ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ റോഡ്സ് ഓഫ് കുവൈറ്റ്. നിങ്ങളെന്തായാലും നല്ല ആൾക്കാരാണ് ഗൈസ്. 3-4 ദിവസം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളാരും വന്ന് തിരക്കുന്നത് പോലുമില്ല. പക്ഷെ സാരമില്ല, ഇനി ഒന്ന് തിരക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന മാറ്റർ എന്ന് പറയുന്നത് സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് സ്കൂൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നതായിരിക്കും വർക്കും കാര്യങ്ങളെന്നായിരിക്കും. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിൻ്റെ ട്രാൻസ്പോർട്ട് കമ്പനിയിലാണ്, KPTC. ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാനീ പറയുന്നത്. ഔട്ട്സൈഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടെ നമുക്ക് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കാൻ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഗ്യാരേജ് ഡ്യൂട്ടി ചെയ്യാം. ഇപ്പം നമുക്കിവിടെ ഉള്ളത് 2 ഓപ്ഷൻസാണ്. ഹെവി ലൈസൻസ് ഉള്ളവർക്ക് ഇവിടുത്തെ റൂട്ട് ബസ് ഓടിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂൾ ബസ് ഓടിക്കാൻ പറ്റും. ഇനി സ്കൂൾ ബസ് റൂട്ട് ബസ് മാത്രമല്ല, വിഞ്ച് വണ്ടികൾ, ഹെവി വണ്ടികൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് കമ്പനിയുടേതായിട്ടുള്ള വണ്ടികൾ നമുക്ക് ഓടിക്കാം. അപ്പം നമുക്കിങ്ങനെ സ്കൂൾ 1 മാസമൊക്കെ അടച്ചിരുന്ന ടൈമിൽ നമ്മളുടെ കമ്പനി നമ്മളെ റൂട്ട് ബസ്സിലേക്ക് ഓടാൻ വേണ്ടി വിടും. സത്യം പറഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി, നിർബന്ധമൊന്നുമില്ല. ജോലിക്ക് പോയാൽ നമുക്ക് ശമ്പളം കിട്ടും, ഇല്ലെങ്കിൽ ശമ്പളം കിട്ടത്തില്ല ആ 1 മാസം. ഇനി നമുക്ക് നാട്ടിൽ പോകണമെങ്കിൽ നമ്മുടെ കമ്പനി നമ്മളെ നാട്ടിൽ വിടും. 1 മാസത്തേക്ക് വേണമെങ്കിൽ പോകാം. പിന്നെ ഇത് എല്ലാ വർഷവും നമ്മളെ ഈ പറഞ്ഞ മാസത്തിൽ ലീവ് വിടുമെന്ന് വിചാരിക്കേണ്ട, നമുക്ക് ചില സമയങ്ങളിൽ വിടാതിരിക്കുകയും ചെയ്യാം. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ട് നമ്മൾ നേരത്തെ ഡ്യൂട്ടിക്ക് പോയ പോലെ തന്നെ ആയിരിക്കും പിന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. പിന്നെ നമുക്ക് 4 മാസം കൂടെ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലീവ്. അത് നമ്മൾ നാട്ടിൽ പോകുന്നത് 1 ഇയർ ഇരിക്കുമ്പോൾ ഉള്ള ലീവ്. അതായത് ഈ 4 മാസം കഴിയുമ്പോൾ നമുക്ക് ഈ ഡിസംബറിൽ പോകാൻ പറ്റും. പക്ഷെ നമ്മളാരും പോകാറില്ല, പോകുന്നവർ ഉണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് 8 മന്ത് ഇരിക്കുമ്പോൾ 3 മന്ത് ലീവിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ചെയ്യുന്നത്, ഇപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ബസ്സിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നില്ല, ട്രാൻസ്പോർട്ട് ബസ്സിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നില്ല. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഗ്യാരേജ് ഡ്യൂട്ടി ഉണ്ട്. ഗ്യാരേജ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമല്ല, വലിയ വർക്കും കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഗ്യാരേജ് ഡ്യൂട്ടി എടുക്കുക, നമ്മുടെ വണ്ടികളെല്ലാം വന്ന് സ്റ്റാർട്ട് ചെയ്യുക. വണ്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഏതെങ്കിലും വണ്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഉള്ളൂ വർക്ക്, വലിയ വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ ഞാനിതുപോലെ വ്ളോഗും വീഡിയോസും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ ടൈം കളയുന്നു. ഇതിപ്പോൾ നമുക്ക് രാവിലെ 10 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. 10 മണി വരെ നമ്മൾ ഗ്യാരേജിൽ നിൽക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് പോകാം, റൂമിൽ പോകുമ്പോൾ. രാവിലെ പഞ്ചിങ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോകുന്നു. അവിടെ പോയി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നു. ഇത് ഇൻ കേസ് ഇതിനിടയ്ക്ക് നമുക്കൊരു അർജൻറ്റായിട്ട് എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ വിളിക്കും. അപ്പം നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടികൾ എന്തെങ്കിലും വഴി കിടക്കുന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പം നമ്മളെ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ വരുന്നു, വേറെ ബസ് എടുക്കുന്നു. എവിടെ നമ്മുടെ വേറെ ബസ് ഇതായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പോകുന്നു. നമ്മുടെ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കലിനെ കൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഫ്രീ കിട്ടുന്ന ടൈമിൽ ഞാനിതുപോലെ വീഡിയോസും കാര്യങ്ങളും ചെയ്യും, റീൽസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള മൊബൈലിൽ കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താണ് ഞാൻ എൻ്റെ ഇവിടുത്തെ ടൈമുകളൊക്കെ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ബസ്സുകൾ എല്ലാം ഇവിടെ, ഞാൻ നേരത്തെ നിങ്ങൾ വീഡിയോ ഉണ്ടവർക്ക് മനസ്സിലാവും, ഇവിടെ മൊത്തം നിറച്ച് ബസ്സുകളാണ് അല്ലേ. അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കും ഈ ബസ്സുകളൊക്കെ ഇതെവിടെ പോയാൽ. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പം 9th എബോവ് ഉള്ള ക്ലാസ്സുകാർക്ക് ഇപ്പോൾ ഓൾറെഡി ക്ലാസ് ഉണ്ട്. ഇപ്പോൾ അവർക്ക് സ്കൂൾ അടച്ചിട്ടില്ല. അപ്പം അവരുടെ ബസ്സുകളെല്ലാം ഔട്ട്സൈഡ് പോകും, അതായത് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് 9th വരെ ഉള്ള സ്കൂളുകാരാണ് ഇവിടെ ഫുള്ള് ബന്ധായി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാരേജ് ഡ്യൂട്ടി അല്ലേ നമുക്ക്. അപ്പോൾ ഇവർക്കെല്ലാം, ഈ പോകുന്നവർക്കെല്ലാം ഗ്യാരേജ് ഡ്യൂട്ടിയാണ്. പിന്നെ അതാണ് ഈ വരുന്നതാണ് നമ്മളുടെ ബസ്സിൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന നേപ്പാളി നരൻ ഭായ്. സത്യം പറഞ്ഞാൽ ആൾ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ഇതാണ് നമ്മുടെ കണ്ണൂരുകാരൻ പ്രജീഷ്. ആളുടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു, ഞാൻ ഒരു ഫോട്ടോ എടുത്തു കൊടുത്തു. പിന്നെ അതുപോലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു, ഏകദേശം 10 മണിയായി കാണും. ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് റൂമിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകണം കേട്ടോ.
അവർ വിളിക്കും, നമ്മൾ പോകണം. ഇനി അഥവാ വിളിച്ചില്ലെങ്കിൽ നമുക്ക് റൂമിൽ ചുമ്മാ ഇരുന്നാൽ മതി. വല്ല സിനിമയൊക്കെ ഇട്ട് ഫുഡൊക്കെ വെച്ച് കഴിയണം. ഫുഡൊക്കെ വെച്ച് നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞിട്ട് വല്ല സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതിപ്പോൾ എൻ്റെ 3-4ാമത്തെ വീഡിയോസാണ്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം, അല്ലെ അടുത്ത വ്ളോഗ്സിൽ കാണാം ഗൈസ്. ബൈ.